Hello guys, welcome back. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മളിന്ന് ഒരു പുതിയ സീരീസ് അങ്ങ് തുടങ്ങുകയാണ്. അപ്പോൾ സീരീസിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ കിനെമാസ്റ്റർ ഷോർട്സ് എന്നാണ്. അപ്പോൾ ഈ ഒരു കിനെമാസ്റ്റർ ഷോർട്സ് എന്ന് പറയുന്ന ഈ ഒരു സീരീസിലൂടെ ഞാൻ നിങ്ങൾക്ക് എന്താണ് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്സ് കാര്യങ്ങളാണ്. അതായത് കിനെമാസ്റ്റർ യൂസ് ചെയ്യാൻ ഉള്ളാത്ത കുറേ പേര് ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങനെ ഒരു ലോങ് വീഡിയോ അങ്ങ് ചെയ്യാം, കിനെമാസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു വേണ്ട, അതിനൊരു സീരീസ് ആകാം. കാരണം ഒറ്റ അടിക്ക് അങ്ങ് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. ഞാൻ യൂട്യൂബിൽ ഇതിനെപ്പറ്റി നോക്കിയ സമയത്ത് എല്ലാവരും ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് അവരെല്ലാം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്ത് പറയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഓരോ പാട്ടായിട്ട് ഇറക്കാം. അപ്പോൾ ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കഴിയുമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു കിനെമാസ്റ്ററിൻ്റെ നമ്മൾ ബേസിക്സ് ട്യൂട്ടോറിയൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ പാട്ടായിട്ടാണ് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ, അതായത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇൻ്റർഫേസസ് ആൻഡ് ടൂൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഓപ്പണിംഗ് ഇൻ്റർഫേസ് ആൻഡ് ടൂൾസ് നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കിനെമാസ്റ്റർ ഓപ്പൺ ചെയ്യുന്ന ടൈമിലായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിൽക്കുകയാണെങ്കിൽ പുതിയൊരു ടാബ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേ കണക്ക് തന്നെ അതിൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു യൂട്യൂബിൻ്റെ സിമ്പിൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു യൂട്യൂബിൻ്റെ സിമ്പിൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ട്യൂട്ടോറിയൽ ഈ ഒരു കിനെമാസ്റ്ററിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കിനെമാസ്റ്ററിൻ്റെ തന്നെ ഒഫീഷ്യൽ ചാനലിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു യൂട്യൂബിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സ്റ്റോർ കാണാമെന്നാണ്. അപ്പോൾ ആ ഒരു സ്റ്റോർ എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നേരത്തെ അതിനകത്ത് ട്രാൻസിഷൻസും അതേ കണക്കിന് എഫക്ട്സും ഓവർലൈസ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സ്റ്റോർ എന്ന് പറയുന്നത്. അത് കിനെമാസ്റ്റർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോറാണ്. അത് മാത്രമല്ല അതിനകത്തുള്ള എല്ലാ എഫർട്സും ട്രാൻസിഷൻസും എല്ലാം ഫ്രീ ആണ്. ജസ്റ്റ് അതിനകത്ത് നമുക്ക് വേണ്ടതായിട്ടുള്ള ഏതൊരു എഫക്റ്റ് അല്ലെങ്കിൽ ട്രാൻസിഷൻ ആണ് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിനായിട്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് വെച്ചാൽ അതിൻ്റെ താഴോട്ട് വരുന്നിട്ട് അതിലുള്ള സെറ്റിങ്സ് കാണാം. അതേ കണക്ക് തന്നെ ഫീഡ്ബാക്ക് അയക്കാനുള്ള ഒരു സംഭവം കാണാം. അതേ കണക്ക് തന്നെ അവിടെ നമുക്ക് ന്യൂ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിങ്സിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും. അപ്പോൾ സെറ്റിങ്സിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ എന്തായാലും തന്നെ നമ്മുടെ ഈ ഒരു കിനെമാസ്റ്ററിൻ്റെ ഈ ഒരു സീരീസിൽ തന്നെ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ. അപ്പോൾ ആ ഒരു ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ വഴിയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു വെച്ച പ്രൊജക്റ്റൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ടൊന്ന് ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. സോ അത് നമ്മൾ ഈ ഒരു സീരീസിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. അപ്പോൾ ഈ ഹെൽപ്പ് ആൻഡ് സപ്പോർട്ടിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് എന്തെങ്കിലും കിനെമാസ്റ്ററിൻ്റെ ബഗ്ഗോ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കിനെമാസ്റ്ററിന് ഫീഡ്ബാക്ക് അയക്കാനുള്ള ഒരു സംഭവമാണ് ഈ ഒരു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മുകളിലോട്ട് പോകുന്ന ടൈമിലാണ് കിനെമാസ്റ്റർ പിന്നെ മേഡ് വിത്ത് കിനെമാസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു ടെക്സ്റ്റിംഗ് കാണാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഈ ഒരു കിനെമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസിലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കിനെമാസ്റ്ററിൻ്റെ ടാബ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസിലോട്ട് പോകാം. നമ്മുടെ കിനെമാസ്റ്ററിൻ്റെ ടാബ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വരുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടാബ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാബ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് ഇവിടെ 3 ടാബ്സ് കാണാവുന്നതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കിനെമാസ്റ്റർ 4.11 ഒരു ഇൻ്റർഫേസ് ആണ്. എന്ന് പറയുമ്പോൾ 4 ഇൻ്റർഫേസസ് ആണ്, 4 കിനെമാസ്റ്ററിൻ്റെ ഇൻ്റർഫേസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് നമ്മുടെ കിനെമാസ്റ്റർ പുതുതായിട്ട് 5 ഒരു ആപ്ലിക്കേഷൻ, അതായത് കിനെമാസ്റ്ററിൻ്റെ 5 വേർഷൻ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുള്ളതെന്ന് വെച്ചാൽ ഇതിനെക്കാട്ടിയും ഒത്തിരി ഫീച്ചേഴ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ റിവ്യൂ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ ആ ഒരു കിനെമാസ്റ്റർ നമുക്ക് മോഡേൺ വേർഷൻ ഇറങ്ങിയിട്ടില്ല. ഇത് ഞാൻ പ്രീമിയം വേർഷൻ വാങ്ങിച്ചതല്ല. ഇത് മോഡൽ വേർഷൻ ഞാൻ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു മോഡൽ വേർഷനാണ്. അപ്പോൾ ഈ ഒരു വേർഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് DM ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു മോഡൽ വേർഷൻ്റെ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങളൊന്ന് DM ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ കിനെമാസ്റ്ററിൻ്റെ പുതിയൊരു വേർഷനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർഫേസസും അതേ കണക്കിന് അതിൻ്റെ ടാബ് ക്രിയേറ്റുള്ള ഇൻ്റർഫേസ് എല്ലാം ഭയങ്കര ഡിഫറൻസ് ആണ് 4 എന്ന് പറയുന്ന ഈ ഒരു വേർഷനെ കാട്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വേർഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 4 എന്ന് പറഞ്ഞാൽ ഈ ഒരു കിനെമാസ്റ്റർ വേർഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഒരു 5 എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഷന് എളുപ്പമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പഠിച്ച ഒരു 4 പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു 5 ആണെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം വേർഷൻ വാങ്ങാമെന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു മോഡ് വേർഷൻ നമ്മുടെ ക്രോമിൽ ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല. ഇറങ്ങിയ വേർഷൻ എല്ലാം ബഗ്ഗുമാണ്. അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ ചെറിയ കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഇനി ഉടനെ തന്നെ അതിൻ്റെ ഒരു മോഡൽ വേർഷൻ ഇറങ്ങുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇറങ്ങിയാലും ഉടനെ തന്നെ അത് നമ്മുടെ കിനെമാസ്റ്ററിൻ്റെ ആ ഒരു ഒഫീഷ്യൽസ് വന്ന് റിപ്പോർട്ട് അടിച്ച് അതിനെ പൂട്ടിച്ച് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കിനെമാസ്റ്റർ ഇതിന് മുന്നേ
മുന്നേ ഇറങ്ങി, അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം ഇറക്കിയ കെനിമാസ്റ്ററിൻ്റെ മോഡൽ വേർഷൻ അങ്ങനെ ഇറങ്ങിയിട്ടില്ല. കാരണം ഇറങ്ങുന്ന ആ ഒരു ടെസ്റ്റ് സ്പോട്ടിൽ തന്നെ നമ്മുടെ കെനിമാസ്റ്ററിൻ്റെ ഒഫീഷ്യൽ അതൊന്നങ്ങ് പൂട്ടിക്കളയും. സോ അതുകൊണ്ട് തന്നെ കെനിമാസ്റ്ററിൻ്റെ ആ ഒരു 5 മോഡൽ വേർഷൻ ഇറങ്ങുമെന്ന് എനിക്കൊരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് തന്നെ പ്രീമിയം വേർഷൻ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മുടെ ആ ഒരു ടാബിൻ്റെ ഇൻ്റർഫേസിലോട്ട് വരാം. അപ്പോൾ അവിടെ ടാബിൻ്റെ ഇൻ്റർഫേസിലോട്ട് പോകുന്ന ടൈൽ അവിടെ നിങ്ങൾക്ക് 3 ടാബ് ഇവിടെ നിങ്ങൾക്ക് കാണാമെന്നായിരിക്കും ഈ 4.0 വേർഷനിൽ. അപ്പോൾ ഈ 3 ടാബിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്നത് 16:9 ആണ്. അപ്പോൾ ഈ ടാബിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഈ ടാബ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ് മൂവി നമ്മൾ സിനിമ കാണുമ്പോൾ അത് എങ്ങനത്തെ ഫ്രെയിമിലാണ് ഇരിക്കുന്നത്, അപ്പോൾ ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്, അപ്പോൾ അതേ ഫ്രെയിമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ്, അതായത് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 16.9 എന്ന് പറഞ്ഞ് ഈ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടാബ് എന്ന് പറയുന്നത് 9:16 ആണ്. അപ്പോൾ ഈ 9:16 കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഈ ടാബ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് വീഡിയോസോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റീൽസ് വീഡിയോസോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 9:16 എന്ന് പറഞ്ഞ ഈ ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ 1:1 ആണ്. അപ്പോൾ ഈ 1:1 എന്ന് വെച്ചാൽ ഒരു കുട്ടി ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഈ 1:1 എന്ന് പറഞ്ഞാൽ ഈ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ 16:9 എന്ന് പറഞ്ഞാൽ ഈ റേഷ്യോ ആണ്. അപ്പോൾ ഈ റേഷ്യോ സെലക്ട് ചെയ്ത് വരുന്ന ടൈമിൽ ഇതാ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാം. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ വെച്ചിട്ടാണ് നമ്മുടെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ പറയണമെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റർഫേസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കാണെങ്കിൽ അവിടെ ഒരു ബാക്ക് ബട്ടൺ കാണാം. അതേ കണക്കിന് അതിൻ്റെ താഴോട്ട് വരുന്ന ടൈലിലൂടെ മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ ഒരു മീഡിയ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിന്നാണ് നമ്മുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസ് എല്ലാം നമ്മുടെ ഈ ടാബിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന ടൈൽ അവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ക്യാമറയുടെ ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ ഒരു ഉപയോഗം ഇല്ലാതെയാണ് അത് അവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും വീഡിയോ എടുത്ത് ഇതിൽ ഇമ്പോർട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് അതിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കാം, അതിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്യാം. സോ അതിനാണ് ആ ഒരു ക്യാമറ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ക്യാമറയിൽ വേണ്ടി നമ്മുടെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ ക്വാളിറ്റീസ് നല്ല വൃത്തിയായി ലോസ് ആവും. അത് മാത്രമല്ല നല്ലൊരു നമ്മൾ ആ ഒരു കെനിമാസ്റ്ററിൻ്റെ ആ ഒരു ക്യാമറ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഫോണും ചെറുതായിട്ട് ഹാങ് ആവുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്തു. സോ അതുകൊണ്ട് തന്നെ അതൊരു യൂസ്ലെസ് ടൂളാണെന്ന് തന്നെ പറയാം നമ്മുടെ ഈ കെനിമാസ്റ്ററിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അത്. അപ്പോൾ അടുത്തായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ക്യാമറ റൈറ്റ് സൈഡിലോട്ട് പോകുന്ന ടൈമിൽ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോകുന്ന ടൈമിൽ നിങ്ങളുടെ വീഡിയോസിന് ആഡ് ചെയ്യാനുള്ള മ്യൂസിക്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ആഡ് ചെയ്യാനാണ്. അപ്പോൾ അതിൻ്റെ താഴോട്ട് വരുന്ന ടൈമിലായിട്ട് അവിടെ നിങ്ങൾക്ക് ഒരു പ്ലേ എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അവിടെ ആ ഒരു പ്ലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുന്ന ടൈമിൽ നിങ്ങളുടെ വീഡിയോസ് പ്ലേ ചെയ്യാനും അതേ കണക്കിന് അതിലൊന്നും കൂടെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലായിട്ട് നിങ്ങളുടെ വീഡിയോസ് പൗസ് ചെയ്യാനും കഴിയുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ടൈമിലായിട്ട് നിങ്ങൾക്ക് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസ്, അത് നിങ്ങളുടെ സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോസിൽ ഡബ് ചെയ്യണോ, വോയിസ് ഡബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഡബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലോട്ട് പോകുന്ന ടൈമിലൂടെ നിങ്ങൾക്ക് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് അത് വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ആ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ലെയർ എന്ന് തന്നെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ മീഡിയയിൽ പോയിട്ട് ആണ് നമ്മുടെ വീഡിയോസും ഫോട്ടോസ് എല്ലാം നിങ്ങൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു ഇമ്പോർട്ട് ചെയ്യുന്ന ഫോട്ടോസിനും വീഡിയോസിനും എന്തെങ്കിലും എഫർട്ട്സോ അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഫോട്ടോയുടെ പുറത്തൂടെ വേറെ എന്തെങ്കിലും ഫോട്ടോയോ വീഡിയോയോ നമ്മൾ ആഡ് ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ പുറത്തൂടെ വേറെ എന്തെങ്കിലും വീഡിയോയോ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലെയറിൻ്റെ മീഡിയയിൽ പോയിട്ട് വേണം ഇമ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് ലെയറായിട്ടാണ് വന്ന് കിടക്കുന്നത്. നമ്മൾ ഈ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ്റെ അകത്തുള്ള എന്ത് എഫർട്ട്സ് ആയാലും എന്ത് ഓവർലേ ആയാലും എന്ത് സെലക്ട് ചെയ്താലും നമ്മുടെ അത് ലെയറായിട്ടാണ് വന്ന് കിടക്കുക. സോ അതുകൊണ്ടാണ് അവിടെ ആ ഒരു ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ലെയർ എന്ന് തന്നെ പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലെയറിലെ മീഡിയയിൽ കഴിഞ്ഞതിന് ശേഷം താഴോട്ട് വരുന്നിട്ടാണ് നിങ്ങൾക്ക് എഫർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. ഈ ഒരു എഫർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാതിരി എഫർട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുമാതിരിയുള്ള എഫർട്ട്സ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗ്ലിച്ച്, ബ്ലർ എഫക്റ്റ് അങ്ങനത്തെ ഉള്ള എഫർട്ട്സ് ആണ് നമ്മൾ ഈ ഒരു എഫർട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് വരുന്നിട്ട് ഇവിടെ ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഓവർലേ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഈ ഒരു ഓവർലേ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലായിട്ട് നിങ്ങൾക്ക് കുറേ അനിമേറ്റഡ് എഫർട്ട്സ് കാണാൻ കഴിയും. അതായത് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിലുള്ള എഫർട്ട്സ് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള എഫർട്ട്സ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓവർലേ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ താഴോട്ട് വരുന്നിട്ടാണ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ വീഡിയോസിലെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റി ടെക്സ്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ വീഡിയോസിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണതിൻ്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സിമ്പിൾ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റാൻ കഴിയുന്നതായിരിക്കും. ഇവരിവിടെ സ്റ്റോക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ടെക്സ്റ്റസ് മാത്രമല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ നിങ്ങൾക്ക് കുറേ ടെക്സ്റ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ കൈൻമാസ്റ്ററിൻ്റെ സ്റ്റോറിൽ പോയി എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പിറകെ വരുന്നുണ്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിന് താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്ഷൻ വഴിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോസിൽ എന്തെങ്കിലും വരയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വഴി ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്ന ടൈമിൽ അവിടെ നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരു ബാക്ക് ആൻഡും ഫ്രണ്ട് ആൻഡും കാണാമെന്നായിരിക്കും. അപ്പോൾ ഈ ബാക്ക് ആൻഡും ഫ്രണ്ട് ആൻഡും എന്തിനാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ തന്നെ തോന്നും. അതായത് നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും അറിയാം ഡിലീറ്റ് ആയി വല്ല പോയിട്ടുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ വരയോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിലോ ആ ഒരു അണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു ബാക്ക് അണ്ടു അടിക്കുന്ന ടൈമിലായിട്ട് അത് നോർമലി ആവുന്നതായിരിക്കും. നമ്മൾ എന്താണ് ചെയ്ത് വെച്ചത് അത് അതിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അതിനായിട്ടാണ് ഈ ഒരു ബാക്ക് അണ്ടു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് അണ്ടു എന്തിനെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ചെടുത്ത കാര്യം വേണ്ട, നമുക്ക് അത് പോകണം, നമ്മൾ നേരത്തെ ചെയ്ത് കണക്കത് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട് അണ്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ഇരുന്നത് അപ്പോൾ അതേ കണക്ക് തന്നെ ആവുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴോട്ട് വരുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പോർട്ടിംഗ് ഓപ്ഷൻ കാണാമെന്നായിരിക്കും, ഒരു ഷെയർ ബട്ടൺ കാണാമെന്നായിരിക്കും. അപ്പോൾ ആ ഒരു ഷെയർ ബട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ ബട്ടനെ ക്ലിക്ക് ചെയ്താണ് നമ്മുടെ വീഡിയോസ് എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഷെയർ ബട്ടനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് റെസൊല്യൂഷൻ കാണാമെന്നായിരിക്കും, ഫ്രെയിം റേറ്റ് കാണാമെന്നായിരിക്കും, അതേ കണക്ക് തന്നെ ബിറ്റ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം. കാരണം നമ്മുടെ വീഡിയോസ് എല്ലാം വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈമിലായാലും ഇപ്പോൾ എല്ലാ കാര്യം തന്നെ അറിയാം. കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 1080p ആയിരിക്കും, അതെല്ലാം എന്നുണ്ടെങ്കിൽ 4K 60 FPS ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസൊല്യൂഷനെ കുറിച്ചും അതേ കണക്ക് തന്നെ ഫ്രെയിം റേറ്റിനെ കുറിച്ച് അറിയാൻ തന്നെ തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് താഴോട്ട് വരുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് ബിറ്റ് റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ ഈ ഒരു ബിറ്റ് റേറ്റിനെ കുറിച്ച് കൂടുതലവർക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്താണ് ഈ ഒരു ബിറ്റ് റേറ്റ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു വീഡിയോയുടെ റെസൊല്യൂഷൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ് ഈ ഒരു ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിറ്റ് റേറ്റ് കൂട്ടിയിടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിട്ടും. അല്ല നിങ്ങളുടെ വീഡിയോയുടെ ബിറ്റ് റേറ്റ് നിങ്ങളുടെ റെസൊല്യൂഷൻ്റെ ബിറ്റ് റേറ്റ് നിങ്ങൾ കുറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ക്വാളിറ്റി നിങ്ങൾ എത്ര റെസൊല്യൂഷനിൽ ഇട്ടാലും നിങ്ങളുടെ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി ഇത്തിയെങ്കിലും ലോ ആയിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ബിറ്റ് റേറ്റിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബിറ്റ് റേറ്റിനെ കുറിച്ച് വേറൊരു കാര്യം പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 90p 60 FPSലും അതേ കണക്കിന് നിങ്ങളുടെ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 4K 60 FPS ഹൈ ബിറ്റ് റേറ്റിലും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് പ്ലേ ചെയ്യുന്ന ടൈമിലാണ് നിങ്ങൾക്ക് കുറേ കുഴപ്പങ്ങൾ കാണും. ചിലപ്പോൾ ഒന്നും ആ ഒരു വീഡിയോ പ്ലേ ആവത്തില്ല, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ബാക്ക് ഇറങ്ങാൻ കഴിയത്തില്ല, നിങ്ങളുടെ ഫോൺ ഹാങ് ആവും. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോയ്ക്ക് സ്റ്റക്ക് ആയിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോയുടെ ആ ഒരു ഓഡിയോ ലാഗായിരിക്കും, നിങ്ങളുടെ ആ ഒരു വീഡിയോയും ഓഡിയോയും തമ്മിൽ നല്ല ലാഗായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരാൻ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു വീഡിയോ എടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് 1080p 60 FPS ആണ്. എന്നാൽ നമ്മൾ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ 4K 60 FPSും അതേ കണക്ക് തന്നെ ഹൈ ബിറ്റ് റേറ്റിലുമാണ്. അപ്പോൾ ഈ ബിറ്റ് റേറ്റ് കൂടുന്തോറും ചെറിയ കുഴപ്പങ്ങളും വരും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീഡിയോ 1080p 60 FPSിലാണ് എടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1080p 60 FPSിൽ ഇട്ട് ഹൈ ബിറ്റ് റേറ്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നത്. അതല്ല നിങ്ങൾക്ക് 4K 60 FPSിൽ ഇട്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിറ്റ് റേറ്റ് ഒരു 30 MB/s ഒക്കെ വെച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു വീഡിയോ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വീഡിയോ മര്യാദയ്ക്ക് പ്ലേ ആവത്തുള്ളൂ. അപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ കണക്കത്തുള്ള അങ്ങനത്തെ ബഗ്സ് എല്ലാം വരും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് എക്സ്പോർട്ട് എന്ന് പറഞ്ഞ ആവശ്യം കൊടുക്കുന്ന ടൈമിലായിട്ട് അത് എക്സ്പോർട്ട് ആവുന്നതായിരിക്കും. ആ ഒരു എക്സ്പോർട്ട് ബട്ടൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ഫോണിന് എത്ര സ്റ്റോറേജ് ബാക്കിയുണ്ട് അതേ കണക്കിന് നിങ്ങളുടെ ആ ഒരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര MB നിങ്ങളുടെ ആ ഒരു സ്റ്റോറേജ് പിടിക്കും എന്നുള്ള കാര്യം അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു എക്സ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഫയലിൻ്റെ സൈസും അവിടെ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്തായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്പോർട്ടിംഗ് ബട്ടൻ്റെ താഴെയായിട്ട് കിടക്കുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അവിടെ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് കാണാനായിരിക്കും. എന്തൊക്കെയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്ചർ ആൻഡ് സേവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിലായിട്ട് ആ ഒരു ക്യാപ്ചർ ചെയ്ത ആ ഒരു പാർട്ട് ക്യാപ്ചർ ആയിട്ട് നിങ്ങളുടെ ഗാലറിയിൽ ഒന്ന് സേവ് ആയി കിടക്കുന്നതായിരിക്കും. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ക്ലിപ്പ് എന്നാണ്. അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു ഫോട്ടോ നമ്മളെ വീഡിയോ ഒരു ക്ലിപ്പായിട്ട് തന്നെ നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ മൂന്നാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് എ ലെയർ എന്നാണ്. അപ്പോൾ ഈ ഒരു ലെയറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോ ലെയറായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന രീതിയിൽ ലെയറായിട്ട് നമ്മൾ വീഡിയോയിൽ അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എന്തിനാണെന്നുള്ള കാര്യം നമ്മൾ വരുന്ന വീഡിയോസിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുള്ളതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു വരുന്ന വീഡിയോസിലെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സീരീസ് നമ്മൾ പൊളിക്കുന്നതായിരിക്കും. കെയിൻമാസ്റ്ററിൻ്റെ ബേസിക്സ് പോലെ നല്ല വൃത്തി അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു കെയിൻമാസ്റ്റർ ഷോർട്സ് എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ട് തീരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കെയിൻമാസ്റ്റർ പോയി അടിപൊളിയായിട്ട് എഡിറ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ സീരീസിലും ഇരുന്ന് കാണുക. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ടൂളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത ടൂൾ എന്ന് പറയുന്നത് കെയിൻമാസ്റ്ററിൻ്റെ തന്നെ സെറ്റിംഗ്സ് ആണ്. അപ്പോൾ ഈ സെറ്റിംഗ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ഇനി അടുത്തായിട്ടുള്ളതെന്ന് വെച്ചാൽ ലെയർ അപ്പ് ആൻഡ് ഡൗൺ ആണ്. അപ്പോൾ ഈ ഒരു ലെയർ അപ്പ് ആൻഡ് ഡൗൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഈ ഒരു ലെയർ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ലെയർ നിങ്ങൾക്ക് ഇപ്പോൾ ലെയർ മാത്രം വലുതാക്കിയിട്ട് നിങ്ങളെ സ്ക്രീന് മിനിമൈസ് ചെയ്ത് വെച്ച് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയർ അപ്പ് ആൻഡ് ഡൗൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ക്രീന് മിനിമൈസ് ചെയ്തിട്ട് നിങ്ങൾ ആ ലെയർ മാത്രം വലുതായിക്കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ സ്ക്രീന് കാണേണ്ട നിങ്ങളുടെ ആ ലെയർ മാത്രം കണ്ടാൽ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സൈഡിലോട്ട് പോകുന്ന ടൈമിൽ നിങ്ങൾക്കൊരു സ്ക്രീനിൻ്റെ ഒരു ഓപ്ഷൻ കാണാമെന്നായിരിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ അത് ഡിസേബിൾ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സ്ക്രീൻ അവിടെ മിനിമൈസ് ആയി വന്നിരിക്കത്തില്ല, ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു ലെയർ മാത്രമേ അവിടെ കാണത്തുള്ളൂ. അപ്പോൾ ഇതേ കണക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലെയർ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്താണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോർവേഡും ബാക്ക്വേഡും ആണ്.
ആണ്. അപ്പോൾ ഈ ഒരു ഫോർവേഡും ബാക്ക്വേഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ടൈം ലൈൻ അങ്ങ് അറ്റത്ത് പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ എൻഡ് ഓഫ് ദ വീഡിയോയിൽ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ജസ്റ്റ് 1 ക്ലിക്ക് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർവേഡും ബാക്ക്വേഡും എന്ന് പറയുന്നത്. ബാക്കിൽ കിടക്കണമെങ്കിൽ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം, ഫ്രണ്ടിൽ കിടക്കണമെങ്കിൽ ബാക്കിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നമ്മുടെ ഒരു കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എനിക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമ്മുടെ കിനിമാസ്റ്റർ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൽ നമ്മൾ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസ് എപ്പോഴായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ തിങ്കളാഴ്ചയായിരിക്കും ഈ ഒരു സീരീസിലുള്ള വീഡിയോസ് വരിക. അപ്പോൾ എന്തായാലും നിങ്ങൾ അതിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല നല്ല കണ്ടൻസ്, അതായത് കിനിമാസ്റ്റർ യൂസ് ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി നല്ല നല്ല കണ്ടൻസ് ആണ് നമ്മൾ ഈ ഒരു സീരീസിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സീരീസിലൂടെ നിങ്ങൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് കിനിമാസ്റ്റർ യൂസ് ചെയ്യാന്നുള്ള കാര്യം ഈ ഒരു സീരീസ് തീരുന്ന ആ ഒരു ടൈം ആവാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കിനിമാസ്റ്റർ ഉപയോഗിക്കാൻ അറിയാത്ത ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ, അതായത് നമ്മുടെ ഈ ഒരു സീരീസ് നിങ്ങൾ അവസാനമായിട്ട് കാണാം. ഈ ഒരു സീരീസിൽ എത്ര എപ്പിസോഡ് ഉണ്ടോ ആ ഒരു എപ്പിസോഡ് എല്ലാവരും കാണാം, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അതേ കണക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ ലൈക്ക് അടിക്കുക. പിന്നെ ആരും പുതുതായിട്ടാണ് നമ്മുടെ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഞങ്ങൾക്കത് ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേൺ ആണ്. അപ്പോൾ ഫിലിം മേക്കർ റിലേറ്റഡ് കൺസേണോട് താല്പര്യമുള്ളവരും ഇഷ്ടമുള്ളവരും തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലും കൂടെ സബ്സ്ക്രൈബ്, പിന്നെ അടുത്ത ബെല്ലൈക്കൺ പ്രസ് ഓൾ നോട്ടിഫിക്കേഷൻ വിളിച്ച ടൈമിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു ഫിലിം മേക്കർ റിലേറ്റഡ് കണ്ടന്റ് തന്നെ കാണാം. സോ അതുവരെ